ഇസ്രായേൽ ഇന്ത്യയിലും ഇന്ത്യ ഇസ്രായേലിലുമാണ്. അതായത് പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ഇന്ത്യ തിരിച്ചടിക്ക് ശക്തമായി ഒരുങ്ങുകയാണ്. ലോകരാജ്യങ്ങളിൽ എത്ര പേർ ഇന്ത്യക്കൊപ്പം നിൽക്കും? തീവ്രവാദത്തെ വളർത്താൻ ആരും ഒപ്പം നിൽക്കില്ല എന്ന് പറയുമ്പോഴും പാകിസ്ഥാനെ അടിയിൽ കൂടി സഹായിക്കാൻ എത്ര പേരുണ്ടാകും? പാകിസ്ഥാന് യുദ്ധങ്ങൾ അല്ലെങ്കിൽ യുദ്ധവിമാനങ്ങൾ നൽകി അല്ലെങ്കിൽ യുദ്ധക്കോപ്പുകൾ നൽകി സഹായിക്കാൻ എത്ര പേരുണ്ടാകും? പാകിസ്ഥാനെ പുറകിൽ നിന്ന് പിന്താങ്ങുന്നത് ആരൊക്കെയാകും? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ നമ്മൾ കുറെ ദിവസങ്ങളായി, അതായത് ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ തിരിച്ചടി നൽകുമെന്ന് പറഞ്ഞത് മുതൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ്. അമേരിക്ക ഇന്ത്യയോടൊപ്പം ഉണ്ടാകും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെ. റഷ്യ തുടക്കത്തിൽ തന്നെ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ ഇന്ത്യക്കൊപ്പം തന്നെയുണ്ട്, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, യുദ്ധത്തിനാവശ്യമായ എന്ത് സഹായവും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ളത്. അമേരിക്കയും പറഞ്ഞത് പാകിസ്ഥാനും ഇന്ത്യയും ഞങ്ങളുടെ സുഹൃത്തുക്കളാണ് എന്നുള്ളതാണ്. സുഹൃത്തുക്കൾ മാത്രമാണ്, അതിലപ്പുറം എന്തെങ്കിലും സംഭവിച്ചാൽ രണ്ട് രാജ്യങ്ങളെയും സഹായിക്കാനുള്ള ഉത്തരവാദിത്വം ഒരു സുഹൃത്തിനുണ്ട് എന്നുള്ളതാണ് അമേരിക്ക പറയാതെ പറഞ്ഞത്. പക്ഷെ എങ്കിൽ പോലും മോദിയുമായുള്ള ബന്ധത്തിന്റെ പുറത്ത് അമേരിക്ക തീർച്ചയായും ഇന്ത്യയെ സഹായിക്കാതിരിക്കില്ല. ഇന്ത്യയെ സഹായിക്കും. ഇന്ത്യക്ക് ഇപ്പോൾ ആരുടെയും സഹായത്തിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഇന്ത്യ തന്നെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത മിസൈലുകളുണ്ട്. ബ്രഹ്മോസ്, സൂപ്പർസോണിക് അടക്കമുള്ള മിസൈലുകൾ ഇന്ത്യക്കുണ്ട്. അതുകൊണ്ട് ഇന്ത്യക്ക് പ്രത്യേകിച്ച് ആരുടെയെങ്കിലും സഹായം വേണം എന്നൊന്നുമില്ല. കാരണം ഒരുപാട് മിസൈലുകൾ നമ്മൾ വാങ്ങി വച്ചിട്ടുണ്ട്, നമ്മൾ തന്നെ തദ്ദേശീയമായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങളിൽ നമ്മൾ കരാറുകൾ ഒപ്പിട്ട് ഇപ്പോൾ അത് ആയുധം ഉണ്ടാക്കുന്നത് ദ്രുതഗതിയിൽ നടത്താനുള്ള തീരുമാനം എടുത്തിരിക്കുന്നു. അങ്ങനെ നമ്മൾ എല്ലാ രീതിയിലും ശക്തമാണ്. പക്ഷേ എങ്കിൽ പോലും നമ്മളോടൊപ്പം ചങ്കായി നിൽക്കുന്ന, ഒരു തരത്തിലും ഒരു യുദ്ധം വന്നാൽ നമ്മളോടൊപ്പം പാകിസ്ഥാനോടൊപ്പം അല്ലാതെ ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു രാജ്യമേ ലോകത്തുള്ളൂ, അത് ഇസ്രായേലാണ്. ഇസ്രായേൽ പറഞ്ഞത്, നിങ്ങൾ യുദ്ധം ചെയ്യുകയാണെങ്കിൽ അത് ഞങ്ങളോടും കൂടിയാണ്. നിങ്ങൾ ഇന്ത്യയോട് മാത്രമല്ല യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്, നിങ്ങൾ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഞങ്ങളോടും കൂടിയാണ് എന്ന് പറഞ്ഞ ഇന്ത്യയെ ചേർത്ത് പിടിച്ച ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ഇസ്രായേലിലെ ജൂതർക്ക് ലോകത്തൊരിടത്തും അഭയം കൊടുക്കാതെ അവരെ പീഡിപ്പിച്ചും വേദനിപ്പിച്ചും അവർ ഒരിടവും അഭയമില്ലാതെ ഓടിക്കൊണ്ടിരുന്നപ്പോൾ അവർക്ക് അഭയം കൊടുത്ത രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിൽ അവർക്ക് സുരക്ഷിതത്വം ഉണ്ടായിരുന്നു, സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇന്ത്യ ഒരുക്കി കൊടുത്തിരുന്നു. ഇവിടെ നിന്ന് പോകുമ്പോഴും കണ്ണീരൊലിപ്പിച്ചുകൊണ്ടാണ് പല ജൂതന്മാരും ഇന്ത്യ വിടുന്നത് എന്നുള്ളതാണ്. ഇന്ത്യ അവരുടെ ചങ്കിലെ എന്താ പറയുക, ചങ്കിലെ സ്നേഹം എന്നാണ് അവർ ഇന്ത്യയെ പറയുന്നത്. അതുകൊണ്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു നരേന്ദ്രമോദിയോട് പറഞ്ഞത്, മോദി ഒറ്റയ്ക്കല്ല, ഒപ്പം ഞങ്ങളുമുണ്ട്, ധൈര്യമായി മുന്നോട്ട് പോകൂ. ഞങ്ങൾ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള യുദ്ധവിമാനങ്ങൾ വേണമോ, നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള സഹായം വേണമോ അത് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലും ഉണ്ടാകാതിരിക്കില്ല, ഞങ്ങൾ തീർച്ചയായും തരും. അതുകൊണ്ട് തന്നെ നിരവധി യുദ്ധ കോപ്പുകളുമായി ഒരു ഫയർ ജെറ്റ് ഇന്ത്യയിലേക്ക് എത്തി എന്നുള്ള വാർത്ത പാകിസ്ഥാൻ TV തന്നെ കാണിച്ചതായി ഇന്നലെ നമ്മുടെ തന്നെ ടോക്കിൽ വടയാർ സുനിൽ സാർ പറഞ്ഞത് പ്രേക്ഷകർ കേട്ട് കാണും. ആ വാർത്തയ്ക്ക് താഴെ വന്ന കമന്റാണ് ഒരുപക്ഷെ ഈ വാർത്ത വീണ്ടും ചെയ്യിപ്പിക്കാനായി പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു രാജ്യം, അതും ജൂതരെന്ന് പറയുമ്പോൾ ലോകം മുഴുവൻ അവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയും പലസ്തീനികൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കുകയും എങ്ങനെയൊക്കെ ജൂതനെ വേദനിപ്പിക്കാൻ കഴിയുമോ ആ തരത്തിലൊക്കെ വേദനിപ്പിച്ചും പീഡിപ്പിച്ചും കൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ത്യയെ സഹായിച്ചു, ഇന്ത്യ ഒരിക്കൽ അവർക്ക് അഭയം നൽകി എന്നതിൻ്റെ പേരിൽ അവർ പറയുകയാണ്, ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം, ഞങ്ങളോടും കൂടിയാണ് ഇസ്രായേൽ പാകിസ്ഥാൻ യുദ്ധം ചെയ്യാൻ വരുന്നത്, അതുകൊണ്ട് ഞങ്ങൾ ഇന്ത്യക്കൊപ്പമുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇസ്രായേലിൻ്റെ ആ മനസ്സാണ് നമ്മൾ കാണാതെ പോകരുത് എന്ന് പറയുന്നത്. മാത്രമല്ല, ഇസ്രായേൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്രായേലിൻ്റെ ഒരു ജെറ്റ് ഫൈറ്റർ വന്നു, C-17 വിമാനങ്ങൾ വന്നു. അതിലൊക്കെ പേര് പറയാത്ത യുദ്ധക്കോപ്പുകൾ എന്നാണ് പറയുന്നത്. നേരത്തെ കാർഗിൽ യുദ്ധ സമയത്തും നമുക്കൊരു പ്രശ്നം വന്ന സമയത്ത് അന്ന് അമേരിക്കയോട് GPS ചോദിച്ചപ്പോൾ അമേരിക്ക ഇന്ത്യക്ക് തന്നില്ല. അതിന്റെ ഫലമായി
മലമുകളിൽ ഇരിക്കുന്ന പാകിസ്ഥാൻ പട്ടാളം നമ്മുടെ ഇന്ത്യക്കാരെ മുഴുവൻ ഇല്ലാതാക്കുന്ന നിലയുണ്ടായി. നമ്മുടെ ഇന്ത്യക്കാർ മുഴുവൻ വീരമൃത്യു വരിച്ച, ദേശത്തിന് വേണ്ടി അവർ വീരമൃത്യു വരിച്ചപ്പോൾ അന്ന് വാജ്പേയി സർക്കാരാണ് ഭരിച്ചത്. വാജ്പേയി ഒന്ന് ഫോൺ എടുത്ത് കറക്കിയിട്ട് ബെഞ്ചമിൻ നെതന്യാഹുവിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് GPS സംവിധാനം വേണം, ഞങ്ങൾക്ക് ഞങ്ങളുടെ സൈന്യത്തിന് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നു, ഞങ്ങളെ ഒന്ന് സഹായിക്കണം. ഉടൻ തന്നെ നമ്മുടെയും അവരുടെയും GPS കണക്ഷൻ ഒന്നാക്കിക്കൊണ്ട് കൃത്യമായി എവിടെയൊക്കെയാണ് പാക് പട്ടാളം ഇരിക്കുന്നത് അതൊക്കെ കൃത്യമായി കാണിച്ചു കൊടുത്തുകൊണ്ട് ഇസ്രായേൽ നമുക്കൊപ്പം നിന്നു എന്നുള്ളതാണ്. അങ്ങനെ പല സാഹചര്യങ്ങളിലും ഇസ്രായേൽ നമുക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു കാര്യമാണ്. ഇന്നലെ നമ്മൾ തന്നെ ചെയ്ത വാർത്തയ്ക്ക് താഴെ വന്നൊരു കമന്റ് ഇങ്ങനെയാണ്: അങ്ങകലെ പ്രകാശം പരത്തി നിൽക്കുന്ന അറിവിന്റെ ഒരു ദേശമുണ്ട്, ലോകത്തെല്ലാവർക്കും നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ജനതയുണ്ട്. ലോകം മുഴുവൻ ജൂത ജനത പീഡിപ്പിക്കപ്പെട്ടപ്പോൾ നമുക്ക് അഭയം തന്ന ജനത അതാ ഇന്ത്യയാണ്. ഇസ്രായേൽ അവരുടെ പിള്ളേരെ പഠിപ്പിക്കുന്ന പാഠപുസ്തകത്തിലെ വരികളാണ് ഇത്. ഒന്ന് ആലോചിച്ച് നോക്കണം. നമുക്കത് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്ത ഒരു ഒരു അഭിമാനം തോന്നുകയാണ്. അങ്ങകലെ പ്രകാശം പരത്തി നിൽക്കുന്ന അറിവിന്റെ ഒരു ദേശമുണ്ട്, ലോകത്ത് എല്ലാവർക്കും നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ജനതയുണ്ട്. ഇന്ത്യയെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ഓരോ ഇന്ത്യക്കാരനും ഇസ്രായേലിനെ ഓർത്ത് അഭിമാനിക്കണം എന്നുള്ളതാണ്. ലോകം മുഴുവൻ ജൂത ജനത പീഡിപ്പിക്കപ്പെടുമ്പോൾ നമുക്ക് അഭയം തന്ന ജനത അതാ ഇന്ത്യയാണ്. ഇസ്രായേൽ അവരുടെ പിള്ളേരെ പഠിപ്പിക്കുന്ന പാഠപുസ്തകത്തിലെ വരികൾ കേൾക്കുമ്പോൾ തന്നെ കുളിരണിയുന്നു എന്ന് പലരും ഇട്ടേക്കുന്നു. അമേരിക്കയെ ഫുള്ളായി വിശ്വസിക്കാൻ പറ്റില്ല, പക്ഷേ ഇസ്രായേൽ വാക്ക് പറഞ്ഞാൽ വാക്കാണ്. അവരെ കൂടെ നിർത്തണം, സഖ്യമുണ്ടാക്കണം. അത് കഴിഞ്ഞിട്ട് ഇസ്രായേൽ ഇന്ത്യയുടെ ചിറകാണ്. ഇസ്രായേൽ ഇന്ത്യ. അവരോട് നമ്മൾ എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. ഇന്ത്യയിലെ എല്ലാ ഭാരത പൗരന്മാരും അവരോട് കടപ്പെട്ടിരിക്കുന്നു. അതാണ് ശരിയായ സൗഹൃദ ബന്ധം. നമ്മുടെ ആത്മാർത്ഥ സുഹൃത്ത് ഭാരതം, ഇസ്രായേൽ. അത് കഴിഞ്ഞിട്ട് നന്ദി സാർ, ഈ ചർച്ചയ്ക്ക് ഇങ്ങനെ വേണം വാർത്തകൾ ചെയ്യാൻ. യാഥാർത്ഥ്യങ്ങളെ മറച്ചുവെച്ച് നുണകൾ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്ന മുഖ്യധാരാ മാധ്യമങ്ങളെ സത്യമറിയാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളെ ജനങ്ങൾ തിരസ്കരിക്കുക തന്നെ ചെയ്യും. ജയ് ഇസ്രായേൽ, ബിഗ് സല്യൂട്ട്. ധന്യ സുൽസാർ എന്ന് പറഞ്ഞാണ് ഇട്ടേക്കുന്നത്. ഒരു പൊട്ടാൽ തുടർന്നുകൊണ്ടേയിരിക്കും, അതിവിടെയും സംഭവിക്കും. നമ്മൾ അതെല്ലാം കാണാൻ വിധിക്കപ്പെട്ടവർ, നമ്മുടെ മുൻഗാമികൾ ചെയ്ത സുഹൃതം, ജയ് ഭാരത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി കമന്റുകളാണ് വരുന്നത്. കോൺഗ്രസ് എന്ന പാർട്ടിയാണ് ഇസ്രായേൽ എന്ന രാജ്യത്തെ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്നത്. ഇന്ത്യയോട് യുദ്ധം ചെയ്യുന്നവർ ഇസ്രായേലിനോടും യുദ്ധം ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞ നമ്മുടെ സഹോദര രാജ്യം, അതെ, തീർച്ചയായും നമ്മുടെ സഹോദര രാജ്യം തന്നെയാണ് ഇസ്രായേൽ. അത് പറയാതിരിക്കാൻ കഴിയില്ല. ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാം. നമുക്ക് കറകളഞ്ഞ സ്നേഹം തരുന്ന ഏത് കൊടുങ്കാറ്റിലും ഏത് പേമാരിയിലും ഏത് ദുർഘടഘട്ടത്തിലും നമുക്കൊപ്പം പതറാതെ ചതിക്കാതെ ചങ്കുറപ്പോടെ നമ്മുടെ ഒപ്പം നിൽക്കുന്ന ഇസ്രായേൽ. ആ ഇസ്രായേൽ തന്നെയാകും ഇന്ത്യക്കൊപ്പം നിന്ന പഹൽഗാമിൽ നിരപരാധികളായ 26 പേരുടെ ജീവന് മറുപടി നൽകാൻ പോകുന്നത്.